നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മൊത്തം പറ്റിയിട്ടാണ്, പ്രത്യേകിച്ച് ഓൺലൈനിൽ. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി 2 ഷർട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ചെറിയ പെട്ടി ഇതിങ്ങോട്ട് മാറ്റി കിട്ടാം. ഇതിനകത്ത് കണ്ടോ വേറൊരു പെട്ടി ഇനിയുണ്ട്. അറിയോ, മറ്റേ ജയറാമിന്റെ ഒരു പടത്തിലുണ്ടല്ലോ, പെട്ടി ഇങ്ങനെ പൊട്ടിച്ച് വരുമ്പോഴത്തേനും ലാസ്റ്റ് ഒരു കുഞ്ഞു റോസാപ്പൂ. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി അടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയത്തിലുള്ള സിമ്പിളാണ്. നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ മൊത്തം പറ്റിയിട്ടാണ്, പ്രത്യേകിച്ച് ഓൺലൈനിൽ. അത്തരത്തിൽ ഓൺലൈൻ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ സൈറ്റിൽ നിന്ന് മേടിക്കുന്നിടത്തുനിന്ന് തന്നെ പലതരത്തിലുള്ള തട്ടീരും വെട്ടീരും പറ്റീരും ഒക്കെ കിട്ടുന്നത്. അതായത് ഫോണെന്നും പറഞ്ഞ് വരുമ്പോഴത്തേനും കല്ലും ചുടുകട്ടയൊക്കെ നിങ്ങൾ കണ്ടതാണ്. അത്തരത്തിൽ പേര് കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു സൈറ്റിൽ നിന്ന് നമ്മുടെ ഒരു ചേട്ടൻ ഒരു പ്രോഡക്റ്റ് വാങ്ങി. ആ പ്രോഡക്റ്റിൽ ചേട്ടൻ അടിപൊളിയായിട്ട് 3G ആയിരിക്കുകയാണ്. ഏതായാലും ആ ചേട്ടനുണ്ടായ അനുഭവം നമുക്ക് മുമ്പിൽ തുറന്നിടുകയാണ്. ഈ തുറന്നിടുന്നതിൻ്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം അത് കണ്ടിട്ടെങ്കിലും മറ്റുള്ളവർ അത്തരത്തിലൊരു സാധനത്തിൽ പെടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു തട്ടിപ്പുണ്ട്, ഈ ആപ്പ് നിങ്ങളാരും യൂസ് ചെയ്യരുത്. ഇദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ് പ്രകാരം എനിക്കോ പറ്റി മറ്റൊരാൾ ഇതിൽ പോയി പെടരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സാധനം കൊണ്ടാണ് ഞാനും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളൊന്നും വിശ്വസിക്കാതിരിക്കുക. സോ നമുക്ക് വീഡിയോ കാണാം. ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റാഗ്രാം ആണോ എന്നറിയില്ല, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് കുറച്ച് നല്ല ഷർട്ടുകൾ കണ്ടു. അടിപൊളി ഷർട്ട്, അത്യാവശ്യം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള ഷർട്ടുകൾ തന്നെയാണ് എനിക്ക് തോന്നി അത്യാവശ്യം ഭംഗിയുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി 2 ഷർട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവിടെ നിന്ന് ഡയറക്റ്റ് വാങ്ങേണ്ട വെച്ചിട്ട് പ്ലേ സ്റ്റോറിലോട്ട് പോയിട്ട് അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതായത് വേൾഡ് ഫാക്ടറി എന്നൊരു ആപ്പായിരുന്നു. അപ്പം അപരിചിതമായ ഒരു ആപ്പാണ്. ഇതിനുമ്പോൾ നമ്മൾ സാധനമൊന്നും മേടിച്ചിട്ടില്ല, ആരും അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഞാൻ അതിനുള്ളിലേക്ക് സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് കുറേ നല്ല ഐറ്റംസ് കണ്ടു. അത്യാവശ്യം ഇന്റർനാഷണൽ ലെവൽ അത്രയും സ്റ്റാൻഡേർഡുള്ള കുറേ ഐറ്റംസ് തന്നെ കണ്ടു. പിന്നെ ഒരു പുതിയൊരു സൈറ്റിൽ നിന്ന് എപ്പോഴും നമ്മൾ ഒരു സാധനം മേടിക്കുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ട അതിന്റെ റിവ്യൂസ് ഒക്കെ നോക്കും. ഞാൻ ജസ്റ്റ് കയറി ഇതിന്റെ റിവ്യൂസ് നോക്കുന്ന സമയത്ത് ആദ്യത്തെ കുറേ റിവ്യൂസ് ഒക്കെ 5 സ്റ്റാർ ഒക്കെ കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി ഇതാണ് നമുക്ക് എല്ലാവർക്കും പറ്റുന്നത്. നമ്മൾ ആദ്യം കയറി കുറേ റിവ്യൂ നോക്കും. ആദ്യത്തെ റിവ്യൂ എല്ലാം നല്ലതായിരിക്കും. അത് ഇവന്മാർ തന്നെ മാറിയിരുന്ന് 2-3 ആൾക്കാർ ചേർന്നിട്ട് അടിപൊളിയടേ സൂപ്പർഡേ കിടക്കാച്ചടേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാർ തന്നെ കമൻറ്റ് ഇടുന്നതായിരിക്കും. ഇതൊന്നും അറിയാതെ നമ്മൾ ആദ്യം കയറി പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് മാത്രം നോക്കി നമ്മളൊരു ജാമ്പും. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. പക്ഷേ ഈ വേൾഡ് ഫാക്ടറി ഞാൻ അത് ഇട്ടേക്കോട്ടോ. പ്ലേ സ്റ്റോറിൽ നിങ്ങൾ സാധനം ഉണ്ടോയെന്ന് അറിയത്തില്ല. ഞാൻ പൊതുവേ ഇമാതിരി സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല, ഞാൻ നോക്കാറുണ്ട് ഇമാതിരി വള്ളികളൊക്കെ എന്തൊക്കെയാണ്. പക്ഷേ കൊടുത്തിരിക്കുന്ന ഷർട്ടെല്ലാം കൊള്ളാം. ഏതോ നല്ല ബ്രാൻഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ചാമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യത്തെ കുറച്ച് റിവ്യൂ മാത്രം നോക്കി സെട്ടൻ പർച്ചേസ് ചെയ്തു. എന്നിട്ട് ബാക്കി എന്താ സംഭവിച്ചെന്ന് നോക്കുക. പർച്ചേസ് ചെയ്ത് സാധനം വന്നു കേട്ടോ. സാധനം വന്നു കഴിഞ്ഞപ്പോഴത്തേനും 18 പാക്കിങ്. അപ്പോൾ നമുക്ക് ആ പാക്കിങ് ഉൾപ്പെടെ കാണാം. പാക്കിങ് കാണണ്ടേ? എടുത്ത് പൊട്ടിച്ച് നോക്കി വളരെ അടിപൊളി പാക്കിങ്ങിൽ ഇത് തന്നെ ആയിരുന്നില്ല. എൻ്റെ പാക്കിങ്ങിന്റെ പുറത്ത് വലിയ പ്ലാസ്റ്റിക് കവർക്ക് വെച്ചിട്ട് അതിൽ അഡ്രസ്സൊക്കെ വെച്ചാൽ കിടലിനായിട്ട് വന്നു. നല്ലൊരു കൊറിയർ സർവീസ് വഴി അത് വരികയും ചെയ്തത്. അപ്പോൾ എന്തായാലും ആ പ്ലാസ്റ്റിക് കവർ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് മക്കൾ പുറത്തേക്കിട്ട് ഹരിതകർമ്മസേന അതുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എവിടെ നിന്നുള്ള. അപ്പോൾ എന്തായാലും അതിലെനിക്ക് കിട്ടിയ ഐറ്റംസ് നിങ്ങളെന്ന് കാണിക്കാം. നിങ്ങൾക്കും ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ പറ്റാതെ നോക്കുക. ഇതന്നെയല്ല ഈ വേൾഡ് ഫാക്ടറി തന്നെയല്ല, ഏത് സൈറ്റായാലും കയറി നോക്കുക. എന്നാലും അബദ്ധം പറ്റിയതിന് ശേഷം ഇത് സാധനം എങ്ങനെയാണ് കിട്ടിയെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും കൂടെ സെർച്ച് നോക്കി ഞാൻ മക്കളും കൂടെ നോക്കുമ്പോൾ അതിൻ്റെ താഴേക്ക് കുറേ അധികം റിവ്യൂസ് കണ്ടു. ഇത് ഫേക്കാണെന്ന് പറഞ്ഞിട്ട്. അപ്പം 4-5 ആദ്യം കാണുന്ന എന്താ പറയുക റിവ്യൂസ് മാത്രം നോക്കിയിട്ട് അതിലേക്ക് വീഴാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. എല്ലാ റിവ്യൂസും നോക്കുക. ഒരാളെങ്കിലും ഫേക്ക് എന്ന് പറഞ്ഞെങ്കിൽ ഉറപ്പായിട്ട് അത് ഫേക്ക് തന്നെയായിരിക്കും. വെറുതെ ആരും ഒരു സൈറ്റിനെ കുറിച്ച് ഫേക്ക് എന്ന് പറയില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളും ഒഴിവാക്കുക. ഇപ്പോൾ എന്തായാലും ഓൾറെഡി നാണം കെട്ടു. ഇനി ഒന്നും കൂടെ ആളുകളുടെ മുന്നിൽ നാണം കെട്ടേണ്ട എൻ്റെ വൈഫിനോട് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു സാറില്ല, ഒരാൾക്കെങ്കിലും അതുകൊണ്ട് യൂസ്ഫുൾ ആണെങ്കിൽ ആവട്ടെ. എന്തായാലും ഞാൻ കാണിക്കട്ടോ ഐറ്റംസ് എന്താ വന്നിരിക്കണമെന്ന്. 2 ഷർട്ടാണ് ഞാൻ അയച്ചിരുന്നത്. അടുത്തൊരു വലിയൊരു പെട്ടി കണ്ടപ്പോൾ ഒരു കുറേ അധികം പെട്ടി ഉണ്ട് ഇതിനകത്ത്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ആദ്യം ഇതിനകത്ത് പിന്നെയും ചെറിയ പെട്ടികളാണ് കേട്ടോ. വളരെ കലാപരമായിട്ടുള്ള പാക്കിംഗ് കേട്ടോ. ഈ പെട്ടി തുറന്നാൽ ഇതിനകത്ത് വീണ്ടും 2 പെട്ടികളുണ്ട് നിറയ്ക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതൊരു പെട്ടി, വേറൊരു ചെറിയ പെട്ടി ഇതിങ്ങോട്ട് മാറ്റി കിട്ടാം. ഇതിനകത്ത് കേട്ടോ വേറൊരു പെട്ടി ഇനിയുണ്ട്. പിന്നെ ഐറ്റംസ് എന്തൊക്കെയാണ് ചേട്ടാ നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ സംഭവം അറിയോ, മറ്റേ ജയറാമിന്റെ ഒരു പടത്തിലുണ്ടല്ലോ, പെട്ടി ഇങ്ങനെ പൊട്ടിച്ച് വരുമ്പോഴത്തേനും ലാസ്റ്റ് ഒരു കുഞ്ഞു റോസാപ്പൂ മണപ്പിക്കുമ്പോൾ സീനാണ്. നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് അതാണ് ഈ സാധനം കണ്ടപ്പോൾ ഓർമ്മ വരുന്നത്. പെട്ടിയോട് പെട്ടി, ഇത്രയും വലിയൊരു പെട്ടി, ആ പെട്ടിക്കകത്ത് ഇത്രയുള്ള പെട്ടി, ആ പെട്ടിക്കകത്ത് ഇത്രയുള്ള പെട്ടി, ആ പെട്ടിക്കകത്ത് ഇത്രയുള്ള പെട്ടി. എന്നിട്ട് ഈ പെട്ടി തുറക്കുമ്പോൾ ഉള്ള ഡ്രസ്സാണ് മച്ചാന്മാരെ കാണണ്ടേ. ഇതിനകത്തുള്ളത് ഈ ഒരു സാധനം കണ്ടോ. എന്തായാലും വെറും കൈയോടെ അവർ നിരാശപ്പെടുത്തിയില്ല. ഇത് സാരിയാണോ? സാരിയൊന്നുമല്ല, ഒരു 2 മീറ്റർ നീളം വരുന്ന ഒരു പീസ്. ഇതാണ് ഒരു സാധനം. മാന്യന്മാരാ, ഒന്നും കൊടുക്കായിരുന്നില്ല. അവന്മാര് ഷർട്ട് ഓർഡർ ചെയ്തപ്പോൾ ഒരു പീറ തുണിയെങ്കിലും കൊടുത്തു. അതിന് ഇപ്പം അടുക്കളയിൽ തുറക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കാം. ഒന്നും കൊടുത്തില്ല. അവന്മാര് മറ്റേ കള്ളൻ, എത്തിക്സ് ഉള്ള കള്ളന്മാരാ, വെറും ചെറ്റ കള്ളന്മാരല്ല കേട്ടോ.
ഇനി ഇതിനകത്ത് തന്നെ വേറൊരു സാധനം കൂടി ഇരിപ്പുണ്ട്. കാണാം, കുട്ടികളുടെ ചെറിയൊരു ട്രാക്ക് സൂട്ട് പോലത്തെ ഒരു സാധനം ഇതാ വന്നിരിക്കുന്നത്. ആ പെട്ടി മാറ്റി വെച്ചാൽ പിന്നെ ഇതിലേക്ക് വന്നിരിക്കുന്നത് കാണിക്കാൻ എനിക്ക് നടക്കുന്നുണ്ട്. കൈ കൊണ്ട് തൊടാൻ പോകുന്നതുപോലും എനിക്ക് ഡൗട്ടുണ്ട്. ഇത് കണ്ടോ, ഇതെല്ലാം കലാപരമായിട്ട് ചെയ്തിട്ടുണ്ട് അവർ കേട്ടോ. ഇപ്പം ജനിച്ച കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയൊരു സാധനം അതന്നെ ഇനിയും ഉണ്ട് കേട്ടോ. കാരണം കൂടെ കണ്ടോ, ഇതാ വന്നിരിക്കുന്നത്. പിന്നെ ഇത് ചെറിയ പെട്ടി ഇനിയും ഉണ്ട്. ഓ, അതിനകത്തുണ്ട്. ഞങ്ങൾ പിന്നെ നോക്കിയിട്ട് മാറ്റി വെച്ചു കേട്ടോ. അതിലും അത് തന്നെ സാധനം. എന്തായാലും ഇതെല്ലാം കൂടെ എൻ്റെ വൈഫ് കത്തിക്കാനടുത്ത് പുറത്തിട്ടിരിക്കായിരുന്നു. അവിടെ ഞാൻ എടുത്തോണ്ടതാണ് കേട്ടോ. ആണ് ആ പുറത്തേക്ക് അവരൊക്കെ പോയത് അതുകൊണ്ടാണ്. രണ്ടാണ് ഇതൊക്കെ നമ്മുടെ ഫുട്പാത്തിൽ പോലും കാണാത്ത അത്ര നിലവാരം കുറഞ്ഞ കുറേ സാധനങ്ങളാണ്. ഇപ്പോൾ ഫുട്പാത്തിലൊക്കെ മേടിച്ചാൽ നല്ല സാധനങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ. അതും ഇത്രയുമാണ് 2264 രൂപയ്ക്ക് ഈ സൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിപ്പോൾ ലാഭം കേട്ടോ. 2 ഷർട്ട് ഓർഡർ ചെയ്തിട്ട് പുള്ളിക്ക് ഒരു ഷാള് അല്ലെങ്കിൽ അടുക്കള തുടയ്ക്കുന്ന തുണിയും 4 പിള്ളേരുടെ ട്രാക്ക് സൂട്ട് അഥവാ ട്രൗസർ ആണ് ആ ചേട്ടന് കിട്ടിയിരിക്കുന്നത്. അതിലും അമ്മര് വെറും പറ്റിച്ചില്ല, അമ്മ സാധനം തന്നിട്ടുണ്ട് ഏതായാലും. അപ്പോൾ 400 സംതിങ് രൂപയ്ക്ക് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്തതിന് ശേഷം ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കൊടുത്തിരുന്നത്. ക്യാഷ് ഓൺ ഡെലിവറിയും അവർ തന്നിട്ട് സാധനം പോയി. ഈ ചേട്ടൻ പുള്ളിക്കാരന് ഗൂഗിൾ പേയിലാണ് പൈസ അയച്ചു കൊടുത്തത്. ആ ഡീറ്റെയിൽസ് എല്ലാം ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ താഴെ ഇതിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ പറ്റുമെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണുക. മീൻസ് അതിനെ ഒന്ന് അത്യാവശ്യം കയറ്റി വേണം. കാരണം ഇത്തരത്തിലൊരു പറ്റിയിട്ടുണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കണം. നമ്മൾ ഒരിടത്തൊരു സാധനം നോക്കിയിട്ട് അവിടെ എന്തെങ്കിലും പ്രൈസ് കുറവുണ്ടെന്ന് പറഞ്ഞ് അടുത്തടുത്തോട്ട് ഓടുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം മറ്റേ OCയുടെ ഒരു വിഷയം വന്നില്ലായിരുന്നു? ആ വിഷയം വന്ന സമയത്ത് മറ്റൊരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. കാരണം ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് സെർച്ച് ബാറിൽ സെർച്ച് ചെയ്തിട്ട് അത് വേറെ എവിടെ കിട്ടുന്നുണ്ടെന്നുള്ളത് സെർച്ച് ചെയ്ത് അവിടെ നിന്നുള്ള റേറ്റ് കമ്പാരിസണും കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ഞാനത് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ ഇത്തരത്തിൽ പോകുന്ന ഇത്തരത്തിലൊരു ഫേക്ക് പേജിലേക്കായിരിക്കും. ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ബ്രാൻഡ്, ഇപ്പോൾ ഫ്ലിപ്കാർട്ടോ ആമസോണോ അവർ തന്നെ നമ്മളെ പറ്റിക്കുന്നു. അവരല്ല, അവരുടെ മെർച്ചൻസ്, അവരുടെ സെല്ലേഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് നമുക്ക് പേരും നാളും ഊരും ഒന്നും അറിയാത്തൊരു ഒരു പ്ലാറ്റ്ഫോം നമ്മളെ വഞ്ചിക്കാനുള്ള വളരെയധികം സാധ്യതകളുണ്ട്. പിന്നെ ഇതിൻ്റെ കസ്റ്റമർ കെയർ ഉണ്ടോ, ഇതിലേക്ക് എങ്ങനെ പിന്നെ നമ്മൾ റിട്ടേൺ പോളിസി ഉണ്ടോ ഒന്നും നമുക്കറിയില്ല. നമ്മൾ ബേസിക്കലി ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും റിട്ടേൺ പോളിസി ഉണ്ടോ ഒന്നും നമ്മൾ നോക്കാറില്ല. സെല്ലർ ആരാന്ന് നമ്മൾ നോക്കാറില്ല. ഇപ്പോൾ ഒരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും ആ സാധനം ജെന്യൂൻ ആണെന്ന് നോക്കുക. ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എല്ലാ കമൻസും വായിച്ചു വെക്കുക. അപ്പോൾ പോസിറ്റീവ് കമൻസ് ഏതായാലും ഇവന്മാർ കുറച്ച് ആദ്യം അടിച്ച് കയറ്റി വിടും. നല്ലതാടെ, സൂപ്പറുടെ, കിടുവിടെ, കിടുക്കാച്ചിയുടെ എന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടും. പക്ഷേ എല്ലാ കമൻറ്റും പോസിറ്റീവായിട്ട് അടിക്കാൻ പറ്റത്തില്ല. കുറേ നെഗറ്റീവായിട്ടുള്ള ജെന്യൂൻ വാങ്ങിച്ച് പറ്റിക്കപ്പെട്ട ജെന്യൂൻ കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഇദ്ദേഹം ഒരു അനുഭവസ്ഥനല്ലേ, ഇദ്ദേഹം പോയിട്ട് അതിൻ്റെ താഴെ എന്തായാലും നല്ലെന്നുള്ള കമൻറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കമൻറ്റുകളിലൂടെ നിങ്ങൾ നോക്കുക. നിങ്ങളൊരു പ്രോഡക്റ്റ് അറിയാത്ത, വിശ്വസിക്കാൻ പറ്റാത്തൊരു സൈറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോഴത്തേനും കുറച്ചും കൂടി അവെയർ ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ അല്ലെങ്കിൽ മീഷോ പോലത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ പോളിസി ഉണ്ട്. നമുക്കില്ലെങ്കിൽ ഇവരുടെ ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള കമ്പനിയെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അവരുടെ കസ്റ്റമർ കെയർ ഉണ്ട്, മെയിൽ സപ്പോർട്ടുണ്ട്. അവരെ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ പേര് പോലും കേട്ടിട്ടില്ലാത്തൊരു സാധനത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ജെന്യൂനിറ്റി നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാൻ. ബേസിക്കലി ഞാനിപ്പോൾ ഇതൊന്നും മേടിക്കാൻ പറയത്തില്ല. ഏതായാലും മേടിക്കുകയാണെങ്കിൽ നോക്കുക. ഞാൻ ഇത്തരം അനുഭവങ്ങളൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിൽ അനുഭവങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ പിൻ ചെയ്തേക്കാം, നിങ്ങൾ കാണുക. ഇദ്ദേഹം അത് ഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നുണ്ട്. ഏതായാലും ഇദ്ദേഹം പൊട്ടിച്ച ബോക്സാണ് നമ്മളെ കാണിച്ചത്. പുള്ളി ആ പാക്ക് ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന അൺബോക്സിങ് വീഡിയോ നമുക്ക് തന്നിട്ടില്ല. ഓൾറെഡി പൊട്ടിച്ച് നോക്കി വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങളെല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് കാണുക. എന്നിട്ട് ഇത്തരത്തിലുള്ള വഞ്ചനയിലൊന്നും പോകാതെ സേഫായിട്ടിരിക്കുക.